മനത്ത് പത്മനാഭന്റെ 148ാം ജയന്തി ദിനമാണ് ഇന്ന്. എന്തായാലും പെരുന്നയിലെ മന്നം സമാധിയിൽ പുഷ്പാർച്ചനയോടെ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം എത്തുന്നത്. പെരുന്നയിൽ ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. മനത്ത് പത്മനാഭന്റെ 148ാം ജയന്തി ദിനാഘോഷം. അതിൽ മന്നം സമാധിയിൽ പുഷ്പാർച്ചന അർപ്പിച്ചാണ് ഇന്നത്തെ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നത്. 10:30-നാണ് ജയന്തി സമ്മേളനം നടക്കുക. വാർത്തകളിൽ ഇടം പിടിച്ച ഒരുപക്ഷെ ഉദ്ഘാടന ദിനം കൂടിയായിരിക്കും ഇന്ന്. കാരണം അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. നിഖിൽ, രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനത്തിന് എത്തുക എന്നുള്ളത്. മുൻപ് രമേശ് ചെന്നിത്തലയെ കുറിച്ച് ജി സുകുമാരൻ നായർ പറഞ്ഞ കുറേ വാക്കുകളുണ്ട്. അതിനുശേഷം വീണ്ടും രമേശ് ചെന്നിത്തല പെരുന്നയിൽ അതിഥിയായി എത്തുന്നു എന്നൊരു സവിശേഷത കൂടിയുണ്ട്. എന്തായാലും ഈ ഒരു ജയന്തി സമ്മേളനത്തിന് അങ്ങനെ രമേശ് ചെന്നിത്തല 10:30 ഈ ഒരു ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ജയന്തി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് സമുദായ പ്രവർത്തകരാണ് പെരുന്നയിലേക്ക് എത്തിയിട്ടുള്ളത്. പെരുന്നയിൽ ഇന്നലെ വിപുലമായ പരിപാടികളാണ്, വിപുലമായ ആഘോഷ പരിപാടികളൊക്കെയാണ് പെരുന്നയിൽ ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടും എത്തുന്നു. മന്നം ജയന്തി പെരുന്നയിലെ ആഘോഷങ്ങൾ ആരംഭിക്കുമ്പോൾ ഇത്തവണത്തെ എന്തൊക്കെ പരിപാടികളാണ് എന്നത് കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും ഇന്നലെയോടുകൂടി ഇവിടെ ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം നമ്മൾ തന്നെ സൂചിപ്പിക്കേണ്ട ഇന്നലെയും ഇന്നുമായിട്ടാണ് വിവിധ പരിപാടികൾ അവിടെ ആസൂത്രണം ചെയ്തിരുന്നതും. NSS ആസ്ഥാനത്തെ സ്കൂൾ മൈതാനിയിൽ തയ്യാറാക്കിയ മന്നം നഗറിൽ കോളേജിൻ്റെയും മൈതാനിൽ, കാരണം ഞാൻ പറയാൻ കാര്യം ഞാൻ പഠിച്ചത് അവിടെയാണ്, പെരുന്നയിൽ NSS കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ നമുക്ക് ആ കോളേജിൻ്റെ ഗ്രൗണ്ടും കോളേജിൻ്റെ എല്ലാം അവിടെയെല്ലാം ക്ലാസ് മുറികളും എല്ലാം ഈ മന്നം ജയന്തി ആഘോഷങ്ങൾക്കായിട്ട് ഈ 2 ദിവസം ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ഈ സ്കൂള് കോളേജ് എല്ലാം ഒരേ ഇതിൽ തന്നെയാണ്, കോമ്പൗണ്ടിൽ തന്നെ വിപുലമായ റോഡ് സൈഡിലുള്ള പെരുന്നയിലെ റോഡ് സൈഡിലാണ് ഈ ഒരു NSSൻ്റെ കോമ്പൗണ്ട് മുഴുവനുള്ളത്. എന്തായാലും എനിക്ക് തോന്നുന്നു മിഥുൻ മുരളി ഇപ്പോൾ പെരുന്നയിൽ നിന്ന് ചേരുന്നുണ്ട്. മിഥുൻ, ഇന്നത്തെ പ്രധാന പരിപാടികൾ എപ്രകാരമാണ് ക്രമീകരിച്ചിരിക്കുന്നത്? രാവിലെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടക്കുകയുണ്ടായി എന്ന് മനസ്സിലാക്കുന്നു. മന്നം സമാധിയിൽ ഇപ്പോൾ പുഷ്പാർച്ചന തുടങ്ങിയിട്ടുണ്ട്. പുഷ്പാർച്ചനയോട് കൂടിയാണ് ഇന്നത്തെ മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമാക്കുന്നത്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ, ട്രഷറർ NV അയ്യപ്പപിള്ള തുടങ്ങിയവരടക്കമുള്ള സമുദായ നേതാക്കൾ ഇപ്പോൾ മന്നം സമാധിയിലേക്ക് എത്തി പുഷ്പാർച്ചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമുദായ ആചാര്യന്, നവോത്ഥാന കേരള നായകന് പുഷ്പാർച്ചനയോടുകൂടി തന്നെ ഈ ജയന്തി ദിനത്തിൽ ഇവിടുത്തെ ആഘോഷ പരിപാടികൾക്ക്, NSS ആസ്ഥാനത്തെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാവുകയാണ്. സമുദായ അംഗങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്, പുഷ്പാർച്ചന അദ്ദേഹത്തിന് അർപ്പിക്കുന്നുണ്ട്. ഇനി രാവിലെ 10:30 ജയന്തി സമ്മേളനം ആരംഭിക്കും. ജയന്തി സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല MLA ആണ് ഉദ്ഘാടനം ചെയ്യുക. NSS പ്രസിഡന്റ് ഡോക്ടർ M ശശികുമാർ അധ്യക്ഷത വഹിക്കും. K ഫ്രാൻസിസ് ജോർജ് MP അനുസ്മരണ പ്രഭാഷണം നടത്തും. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ, ട്രഷറർ NV അയ്യപ്പപിള്ള തുടങ്ങിയവർ സംസാരിക്കുന്നുണ്ട്. ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ജയന്തി ആഘോഷങ്ങളിലേക്ക് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള സമുദായ അംഗങ്ങൾ, പ്രതിനിധികൾ എല്ലാം എത്തുകയാണ്. ഇന്ന് രാവിലത്തെ ചടങ്ങുകൾക്ക്, ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള പ്രധാന ചടങ്ങായിട്ടുള്ള പുഷ്പാർച്ചന ഇപ്പോൾ ഈ മന്നം സമാധിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൻ്റെ നവോത്ഥാന നായകന്, നായർ സർവീസ് സൊസൈറ്റിയുടെ സമുദായ ആചാര്യന് പുഷ്പാർച്ചനയും നൽകിക്കൊണ്ട് ഈ ആഘോഷ പരിപാടികൾക്ക്, ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെ ആദ്യ ഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വർണ്ണാഭമായിട്ടുള്ള വിപുലമായിട്ടുള്ള പരിപാടികളാണ് 148ാം മന്നം ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട് NSS ആസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്ന വിപുലമായ പരിപാടികളായിരുന്നു ഇന്നുമായിട്ട് നടക്കുന്നത്. ഇന്നലെ അഖില കേരള നായർ പ്രതിനിധി സമ്മേളനം അടക്കമുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം പൂർത്തിയായി. ഇന്ന് പൊതുസമ്മേളനമുണ്ട്. രാവിലെ 10:30 നടക്കുന്ന പൊതുസമ്മേളനം ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടികളിൽ, ചടങ്ങുകളിൽ, ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്ന് ഇതാണ്. ഇപ്പോൾ ഈ പ്രതിനിധികളെല്ലാം, സമുദായ പ്രതിനിധികൾ അടക്കമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇവിടേക്ക് എത്തി അദ്ദേഹത്തിന് പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ സമുദായ അംഗങ്ങൾ ഉൾപ്പെടെ വിവിധ സമുദായ പ്രതിനിധികൾ, നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഇവിടെയുണ്ട്. ഈ ആഘോഷ ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള പുഷ്പാർച്ചനയിൽ പങ്കെടുത്ത് പുഷ്പാർച്ചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ ഇനി തുടർന്നുള്ള പരിപാടികൾ 10:30 ആരംഭിക്കും. പ്രധാനപ്പെട്ട നേതാക്കളും സമുദായ അംഗങ്ങളുമെല്ലാം ഇപ്പോൾ ഇവിടെയുള്ള ഈ മന്നം സമാധിയിൽ പുഷ്പാർച്ചന സമർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹം ഉള്ളിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. മന്നം സമാധിയുടെ പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രധാന ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വിപുലമായ പരിപാടികൾ 2 ദിവസമായി നടക്കുന്ന വിപുലമായ പരിപാടികൾ, ആ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള 148 മന്നം ജയന്തി ഏറ്റവും വിപുലമായി തന്നെ ആഘോഷിക്കപ്പെടുകയാണ്. ഇവിടെ കേരള നവോത്ഥാനത്തിൻ്റെയും ഒപ്പം നായർ സമുദായത്തിൻ്റെയും നായർ സർവീസ് സൊസൈറ്റി എന്ന ആ ഒരു നായർ സമുദായത്തിൻ്റെ സംഘടനയുടെ മഹത്തായ ആ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനും ഒപ്പം ആ സമുദായത്തിൻ്റെ വളർച്ചയ്ക്കും സമുദായ വളർച്ചയോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ പുരോഗതിക്കുമൊക്കെ ഏറെ നിർണായകമായിട്ടുള്ള കരങ്ങൾ വഹിച്ച അദ്ദേഹത്തിൻ്റെ ജന്മദിനം 148 ജയന്തി ആഘോഷങ്ങൾ വിപുലമായ രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പുഷ്പാർച്ചന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ സമയം, ഏതാനും സമയം ഈ സമുദായ അംഗങ്ങൾക്കും വിവിധ നേതാക്കന്മാർക്കുമെല്ലാം ഇവിടെ എത്തി പുഷ്പാർച്ചന സമർപ്പിക്കുന്നതിനുള്ള അവസരമാണ് ഈ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ 10:30 പ്രധാനപ്പെട്ട പരിപാടിയായിട്ടുള്ള പൊതുസമ്മേളനം ആരംഭിക്കുന്നത്. എന്തായാലും ഇവിടെ പുഷ്പാർച്ചന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമുദായങ്ങളും വിവിധ നേതാക്കളുമെല്ലാം എത്തി പുഷ്പാർച്ചനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. അനു.